ഹായ് ഹലോ, ടേസ്റ്റി എഫ്സിലേക്ക് സ്വാഗതം പ്രിയരെ. മത്തി അല്ലെങ്കിൽ ചാള ഒന്ന് മുളകിട്ട് നോക്കിയാലോ? കോഴിക്കോടൻ ശൈലിയിൽ കറിയിലേക്ക് വേണ്ട ചപ്പാത്തിയൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മത്തിക്കറി വെക്കുന്നത് ഉമ്മയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നിങ്ങളൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് ഒരു 1/4 കിലോ മത്തിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മത്തി ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കണം. അത് കഴിഞ്ഞ് മത്തി ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 3 ചെറിയ തക്കാളി, ഒരു വലിയ ഉള്ളിയുടെ പകുതി ഭാഗം, ഇഞ്ചി, വെള്ളുള്ളി, 3 പച്ചമുളക്, കറിവേപ്പില, 3 ഇരുമ്പ് പുളി അല്ലെങ്കിൽ സാദാ പുളി. ഇനി നമുക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളി, ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ചട്ടിയിലേക്ക്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഉലുവ, പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ്സാണ് കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നേരെ അടുപ്പിലേക്ക്. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊരു 5 മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചാള അല്ലെങ്കിൽ മത്തി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. മത്തി ആഡ് ചെയ്ത ശേഷം ഒരു 3.5 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ 3.5 മിനിറ്റ് കൊണ്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചുവന്ന ഉള്ളി അരിഞ്ഞ് വറുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ചുവന്ന ഉള്ളി ഇവിടെ വറുക്കാണ്. ചുവന്ന ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വാവ്, കോഴിക്കോടൻ സ്റ്റൈല് മത്തി അല്ലെങ്കിൽ ചാള മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും വരെ. ടിൽ ദെൻ, ലിവ് വെൽ, ലിവ് സ്ട്രോങ്. ടാറ്റാ.